Welcome you all to my teacher YouTube channel. So, we will discuss standard 5 in mathematics, chapter 7. This portion we will discuss. Okay. Let's measure. Najim and Manoj are measuring milk. Najim and Manoj milk measuring. Najim has a measuring jar of 2 liters. And Manoj has a measuring jar of 5 liters. Najimine 2 liter measuring jar under is 2 liter measure ചെയ്യാൻ പറ്റും. മനോജിന്റെ കയ്യിലിരിക്കുന്ന ജാറിനകത്തോ 5 liter measure ചെയ്യാൻ പറ്റും. മനസ്സിലായോ? What are the quantities of milk Najim can measure out? നജീമിന് ഏതൊക്കെ quantities milk measure ചെയ്യാൻ പറ്റും? അപ്പോൾ നജീമിന്റെ കയ്യിലിരിക്കുന്ന ജാറിന്റെ കപ്പാസിറ്റി എത്ര? 2 liter. ഇപ്പൊ നജീം ഒരു പ്രാവശ്യം അളന്നാൽ 2 ലിറ്റർ കിട്ടും. നജീം 2 പ്രാവശ്യം ആ ജാർ വെച്ച് അളന്നാൽ 4 ലിറ്റർ കിട്ടും. 3 പ്രാവശ്യം ആയാൽ 6 ലിറ്റർ, 8 ലിറ്റർ, 10 ലിറ്റർ എക്സെട്ര എക്സെട്ര. ശരിയല്ലേ? ഒരു പ്രാവശ്യം 2 ലിറ്റർ, 2 പ്രാവശ്യം നോക്കിയാൽ 4 ലിറ്റർ, 3 പ്രാവശ്യം നോക്കിയാൽ 6, 4 പ്രാവശ്യം നോക്കിയാൽ 8, 5 പ്രാവശ്യം നോക്കിയാൽ 10. സോ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും നജീമിന്റെ മിൽക്ക് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനോജിന്റെ എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതായത് ഒരു പ്രാവശ്യം മെഷർ ചെയ്താൽ 5, 2 പ്രാവശ്യം മനോജ് മെഷർ ചെയ്താൽ 5 + 5 10, 3 പ്രാവശ്യം മെഷർ ചെയ്താൽ 5 + 5 + 5 15. സോ 5ന്റെ മൾട്ടിപ്പിൾസ് 5, 10, 15, 20, 25 എക്സെട്ര അതായിരിക്കും മനോജിന്റെ ജാർ വെച്ച് മനോജിന് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നജീമിന് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. Najim can measure out 2 liters, 4 liters, 6 liters, 8, 10 liters, etc. Right? Yes. Similarly, Manoj can measure out 5 liter, 10 liter, 15, 20, etc. Yes, that's correct. Can both of them measure out 2 liters of milk? Can both of them measure out 2 liters of milk? No, that is not possible. നജീമിന്റെ മാത്രമേ 2 ലിറ്ററിന്റെ കണ്ടെയ്നർ ഉള്ളതുകൊണ്ട് നജീമിന് മാത്രമേ 2 മെഷർ ചെയ്യാൻ പറ്റൂ. മനോജിന്റെ കയ്യിലിരിക്കുന്നത് 5 ലിറ്റർ ആണ്, അത് വെച്ച് 2 ലിറ്റർ മെഷർ ചെയ്യാൻ പറ്റില്ല. വാട്ട് അബൌട്ട് 5 ലിറ്റർ? ദാറ്റ്സ് ആൾസോ 5 ലിറ്റർ ആൾസോ ഓൺലി ഫോർ മനോജ്. മനസ്സിലാവുന്നോ? നജീമിന്റെ ഇരിക്കുന്ന ഏതാ? നജീമിന്റെ ഇരിക്കുന്നത് 2 ലിറ്ററാ. നജീമിന് 2 മെഷർ ചെയ്യാൻ പറ്റും, 4 മെഷർ ചെയ്യാൻ പറ്റും, 6 മെഷർ ചെയ്യാൻ പറ്റും. 6നേക്കാൾ കുറവല്ലേ 5? 5 പറ്റുമോ? ഇല്ല. കാര്യം 2, 4, 6, 8, 10 ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾസ് മാത്രമേ നജീമിന് മെഷർ ചെയ്യാൻ പറ്റൂ. മനോജിന്റെ കാര്യം എടുത്താൽ മനോജിന്റെ കയ്യിൽ 5 ലിറ്റർ ആയിരിക്കുന്നത്. അതായത് 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേലോട്ട് പോയി 2 ലിറ്റർ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല മനോജ്. സോ ക്യാൻ ബോത്ത് ഓഫ് ദം മെഷർ ഔട്ട് 2 liters ഓഫ് മിൽക്ക്? നോ, ഓൺലി നജീം ക്യാൻ മെഷർ. What about 5 liters? Only Manoj can measure. What are the quantities both of them can measure out? What are the quantities both of them can measure out? ഇപ്പൊ രണ്ടുപേർക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് അവിടെ ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം നജീമിന്റെ കാര്യത്തിൽ നജീമിന് 2, 4, 6, 8, 10, 12, 14 etc. he can measure. In the case of Manoj can do 5, Manoj can do 10, Manoj can do 15, 20, 25, 30, etc. ഇപ്പൊ രണ്ടുപേർക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് എടുക്കണം. സപ്പോസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് 10 ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ട് 10 ഉണ്ട്. ഇവിടുന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് 20 കാണും ഇവിടെ. സോ കോമൺ ആയിട്ട് 20 കാണും, കോമൺ ആയിട്ട് 30 കാണും. സോ ചില ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് അവർക്ക് രണ്ടുപേർക്കും അവരുടെ കയ്യിരിക്കുന്ന ജാർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ നമുക്ക് നോക്കാം. ദ ക്വാണ്ടിറ്റീസ് നജീം ക്യാൻ മെഷർ ഔട്ട് ആർ 2, 4, 6, 8, 10, 12, 14, 16, 18, 20. സിമിലർലി മനോജിന്റെ ഞാൻ ആൾറെഡി ഇത് എഴുതിയിരുന്നു. 5, 10, 15, 20, 25 and so on. From these we see that both of them can measure 10 liter, 20 liter, 30 liter, 40 liter etc. രണ്ടുപേർക്ക് മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അടുത്ത നോക്കാം. കോമൺ മൾട്ടിപ്പിൾ. വാട്ട് ഇഫ് ദ മെഷറിംഗ് ജാർ ഓഫ് നജീം ആൻഡ് മനോജ് ആർ 3 liter and 4 liter? അതിൻ്റെ മീനിങ് എന്താ? നജീമിൻ്റെ ജാറ് 3 liter, മനോജിൻ്റെ ജാറ് 4 liters ആണെങ്കിൽ വാട്ട് ഇഫ്
the jar's capacity are this, what would be the result? So using the 3 liter of jar, 3 liter of jar വെച്ച് നമുക്കറിയാം 3 നമുക്ക് അളക്കാൻ പറ്റും. സോ 3യുടെ മൾട്ടിപ്പിൾ 3, 6, 9, 12, 15, 18, 21, etc. So one time if you are measuring with the 3 liter jar, you will get 3 liter. 2 times if you are measuring, you will get 6 liter. 3 times if you are measuring, you will get 9 liter. 4 times if you are measuring, you will get 12 liter, etc. So similarly, in the case of Manoj, it is 4 liter jar. So 4's multiple 4, 8, 12, 16, 20, etc. So one time if you are measuring with the 4 liter jar, you will get 4. If 2 times 8, if 3 times 12, etc. Fine. So common, do they have any measurement common? Common ആയിട്ട് ഏതെങ്കിലും മെഷർമെന്റ് വരുന്നുണ്ടോ? നിങ്ങൾ നോക്കിയേ 4 not there, 8 not there, 12 yes it is there. So the 12 liter, it is common for both. That means Najeem and Manoj with their respective jars can measure 12 liter of milk separately, no problem. Similarly there will be more. So നിങ്ങൾ ഈ സീരീസ് കൂടുതൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. Okay, so using the 3 liter jar we can measure 3, 6, 9, 12, so on. 3, 6, 9 are multiples of 3. Similarly using 4 liter jar, the quantities are multiples of 4. Hence the quantities that can be measured out using both these jars are multiples of both 3 and 4. Yes or no? Yes, that is true. So multiples of 3 and 4 ആയിരിക്കും, അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾക്ക് ഈ കിട്ടുന്ന കോമൺ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഫൈൻ. സോ ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് 3 and 4, you will get 12. ഇറ്റ്സ് ട്വൈസ്. സോ 12 plus 12 plus 12 നിങ്ങൾക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും 12 plus 12, 24, 24, 36. So 12 into 1, 12 into 2, 12 into 3. So these are known as the common multiples of 3 and 4. മനസ്സിലായോ എന്തോ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന്? ഇവിടെ നമ്മൾ മിൽക്ക് മെഷർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മനോജിൻ്റെ കയ്യിൽ, നജീമിൻ്റെ കയ്യിൽ 3ഉം മനോജിൻ്റെ കയ്യിൽ 4ഉം ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് അതങ്ങനെ നമ്മൾ ചെയ്തേ, 3യുടെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്തു, അതിനകത്ത് ഉള്ള നമ്പേഴ്സ് എഴുതി. 4ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്തു, അതിനകത്തുള്ള നമ്പേഴ്സ്. സോ അതിന് കോമൺ ആയിട്ട് വരുന്നത് ഏതാ നോക്കി, കോമൺ ആയിട്ട് വരുന്നത് 12. സോ 12 കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 24 വരും, ഇവിടെയും 24 വരും. സോ 24 കോമൺ ആണ്. അടുത്തത് 36 വരും, 36 വരും, അത് കോമൺ ആണ്. സോ ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഇതിനെയാണ് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ്. സോ 3യുടെ മൾട്ടിപ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, 4ൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3 and 4 ആണ് ഇവിടെ എഴുതുന്നത് ഞാൻ. കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3 and 4. സോ 3 into 4 ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 12 കിട്ടും. ഫൈൻ. സോ മിനിമം 12 ആണ്. അതിന് മുമ്പോട്ടും പോകാം 3യുടെ മൾട്ടിപ്പിൾസ്. കാര്യം എങ്ങനെ, ഇപ്പോൾ 3 into 4 അതിൻ്റെ മൾട്ടിപ്പിൾസ് എനിക്ക് ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, എനിക്കിതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, എനിക്ക് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഏതെടുത്താലും ദോസ് ഓൾ ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3 and 4. ഫൈൻ. സോ 3യുടെയും 4ൻ്റെയും മൾട്ടിപ്പിൾസ് എടുക്കാൻ 3 into 4 എടുക്കുക. എന്നിട്ട് അതിനെ ഞാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും, 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് ആയിരിക്കും. സോ 3 into 4 എന്ന് പറയുന്നത് 12. അതിനെ ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3 into 4 12, 12 into 2 24. ഞാൻ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3 into 4 12, 12 into 3 36. So these all are common multiples of 3 and 4. Fine. So 12, 24, 36 are called common multiples of 3 and 4. Among them 12 is the least. ഏറ്റവും ചെറുത് 12 ആണ് അതിനകത്ത്. So 12 is called the least common multiple of 3 and 4. ഈ least common multiple നെ നമ്മൾ LCM എന്ന് പറയുന്നത്. So the LCM, least common multiple of 3 and 4 is equal to 12. Clear? So നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു, നമ്പറിൻ്റെ ടേബിൾസ് പഠിച്ചു. ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് LCM എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. Similarly, how do we find out the least common multiple of 6 and 8? 6ൻ്റെയും 8ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്?
So you can do in this way. Either you can write the multiples of 6. So 6 in the multiples എന്ന് പറയുന്നത് എന്തായിരിക്കും? 6, 12, 18, 24, 30, 36, 42, 48. So 6 in the table അങ്ങ് എഴുതിയാൽ മതി നിങ്ങൾ. So 6 into 1, 6 into 2, 6 into 3, 6 into 4, 6 into 5, 6 into 6, 6 into 7, 6 into 8. 8 in the table എഴുതുക. 8, 16, 24, 32, 40, 48. So 8 into 1, 8 into 2, 8 into 3, 8 into 4, 8 into 5, 8 into 6, etc. So ഇതിനകത്ത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ മതി ഏതാണ് കോമൺ ആയിട്ട് വരുന്നത്, അതായിരിക്കും ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ 6 ഇതിനകത്തുണ്ടോ? ഇല്ല. 12 ഉണ്ടോ? ഇല്ല. 18 ഉണ്ടോ? ഇല്ല. 24 ഉണ്ടോ? ഉണ്ട്. Are you getting that? So 24 ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. So from this common multiples of 6, 8 are 24 ഉണ്ട്, 48 ഉണ്ട്, 72 ഉണ്ട്. So ഇതെല്ലാം കോമൺ മൾട്ടിപ്പിൾസ് ആണ്. ബട്ട് എമംഗ് ദം ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയുന്നത് 24 ആണ്. 24ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ വരുന്നതെല്ലാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ 3ൻ്റെയും 4ൻ്റെയും LCM കണ്ടെത്താൻ 3നെയും 4നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം നമുക്ക് 12 കിട്ടി, അതായിരുന്നു LCM. ഇവിടെ 6 എടുത്തു, ഇവിടെ 8 എടുത്തു. ഈ 6ൻ്റെയും 8ൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ഞാൻ എടുത്താൽ 6 into 8 48 വരും. അന്നേരം 48 അല്ലേ LCM എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. അല്ല, 48 അല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ 3ക്കും 4നും ഒരു പ്രത്യേകതയുണ്ട്. 3യും 4 എന്ന് പറയുന്നത് ഏകദേശം ഓൾമോസ്റ്റ് ബേസ് ഫോമുല എന്ന് പറയാം. അതായത് 3 ഇതിൻ്റെ ബേസ് ഫോമിലാണ്. 3 ഇനി ഡിവിസിബിൾ അല്ല. 4നെ ഇനിയും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, അത് ട്രൂ ആണ്. പക്ഷേ 3 ഇനിയും ഡിവിസിബിൾ അല്ല. 6ൻ്റെയും 8ൻ്റെയും ഫാക്ടേഴ്സ് എടുത്താൽ അങ്ങനല്ല. 6നെ നിങ്ങൾക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നു? 6നെ നിങ്ങൾക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 6/2 എന്തോ കിട്ടും നിങ്ങൾക്ക്? 6/2 3 കിട്ടും. ഓക്കെ. സോ 3 into 8 3 24. സോ ഇത് കിട്ടി നിങ്ങൾക്ക്, ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ 8 എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. 6 into 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 6 into 4 24. പക്ഷേ ഇത് വേണ്ട, നിങ്ങൾ ബേസിക് 5th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇത് ഓർത്തിരുന്നാൽ മതി. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ ഇപ്പോൾ 6ൻ്റെയും 8ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 6ൻ്റെ ടേബിൾ എഴുതുന്നു, 8ൻ്റെ ടേബിൾ എഴുതുന്നു, അതിലാദ്യം കോമൺ ആയിട്ട് വരുന്ന നമ്പർ എടുത്ത് എഴുതുന്നു, അതായിരിക്കും അതിൻ്റെ LCM. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് ദ നമ്പേഴ്സ്. റൈറ്റ് ദി കോമൺ മൾട്ടിപ്പിൾസ്. LCM അല്ല, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് നിങ്ങൾ എഴുതണം. ഓഫ് ദ നമ്പർ പെയർസ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതെങ്ങനെ എഴുതുന്നത്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 5. സോ 2 5. 2ൻ്റെ എഴുത്. 2 4 6 8 10 12 14 etc. 14 16 18 20 etc. 5 5 10 15 20 etc. ഇനി ഇതിനകത്ത് കോമൺ മൾട്ടിപ്പിൾസ് എഴുതാനാണ് പറയുന്നത്. സോ 2ൻ്റെയും 5ൻ്റെയും. സോ ദ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 5 ആർ ഏതൊക്കെയാണ്? 2 ഉണ്ടോ ഇതിനകത്തില്ല, 4 ഉണ്ടോ, 6 ഉണ്ടോ, 8 ഉണ്ടോ, 10 ഉണ്ട്. സോ 10 എന്ന് പറയുന്നത് ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇനി ഞാൻ മുമ്പോട്ട് നോക്കി പോയി കഴിഞ്ഞാൽ 20 ഉണ്ട്. ബാക്കി നിങ്ങൾ എങ്ങനെ എഴുതും? സോ ഇതിനൊരു ഈസി വഴിയുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ആദ്യം ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഉള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എടുക്കുക. ഇവിടെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ 10 ആണ്. അതാണ് LCM നമുക്കറിയാം. സോ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 10 ആണ്. ഈ 10ൻ്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ ഇവിടെ നിന്ന് എഴുതിയാൽ മതി, അതായിരിക്കും ഇവരുടെ കോമൺ മൾട്ടിപ്പിൾസ്. 10 into 1 10, 10 into 2 20, 10 into 3 30, 40 etc. മനസ്സിലാവുന്നോ? സോ കോമൺ മൾട്ടിപ്പിൾസ് എഴുതിയിട്ടുണ്ട്, LCM എഴുതിയിട്ടുണ്ട്. ഇനി 4ഉം 6ഉം ഇതേ മാർഗ്ഗം ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ പോവാം. 4 6. സോ 4ൻ്റെ 4 8 12 16 etc. 6ൻ്റെ 6 12 18 etc. സോ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ തന്നെ
ഇവിടെ എനിക്ക് നോക്കുമ്പോൾ തന്നെ 12 ഇവിടെ വന്നു, 12 ഇവിടെ വന്നു. സോ ഐ ഗോട്ട് ദ LCM. LCM ഈസ് 12. കോമൺ മൾട്ടിപ്പിൾസ് ആർ, കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെ? 12. 12നെ 1 കൊണ്ട് ഗുണിക്കുന്നു, 12നെ 2 കൊണ്ട് ഗുണിക്കുന്നു, 12നെ 3 കൊണ്ട് ഗുണിക്കുന്നു. മനസ്സിലാവുന്നോ? സോ ദീസ് ആർ ദ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 4 and 6 ആൻഡ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് 12. സോ സിമിലർലി നിങ്ങൾക്ക് എല്ലാ നമ്പറിനും എഴുതാൻ പറ്റും. 3, 7, 5, 10, 8, 6, 9, 12, 12, 14, 9, 18 ഇതിനെല്ലാം ചെയ്യാൻ പറ്റും. 12, 14 ചെയ്ത് കാണിക്കണോ നിങ്ങൾക്ക്? 12, 14 ചെയ്ത് കാണിക്കണമോ? ട്വൽവ് 12ൻ്റെ മൾട്ടിപ്പിൾസ് എഴുത്. 12, 24, 36, 48 എക്സെട്ര. 14ൻ്റെ മൾട്ടിപ്പിൾസ് എഴുത്. 14, 1 into 14, 14, 2 into 14, 28, 28 into 14 into 3. അത് നിങ്ങൾക്ക് ഒന്നുകിൽ 28നോട് 14 കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ 14 into 3 എഴുതാം. മനസ്സിലാവുന്നോ? 42. സോ ഇതിനകത്ത് ഏതെങ്കിലും കോമൺ ആയിട്ട് വന്നോ? ഒന്നും കോമൺ ആയിട്ട് വന്നില്ല. അതായത് അടുത്തത് നിങ്ങൾ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വരുമോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. 56. ഫൈൻ. സോ ഇവിടെ വരുന്നത് 60 ആണ്. 56. അടുത്തത് 70. അടുത്തത് 84. അടുത്തത് 98 എക്സെട്ര. ഇവിടെ 60 വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് 72, അടുത്തത് 84. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനകത്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിച്ച് നോക്കുക. കാര്യം ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷനകത്ത് ഇത്തിരി വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരെണ്ണമാണ് അതെന്ന് പറയുന്നത്. 14 into 2, 28. 14 into 3, 42. കണ്ടോ? 14 into 4, 56. 14 into 5, 70. 14 into 6, 84. 14 into 6, 84. സോ 14 into 6 ആണ് 84. ഇവിടെ വരുമ്പോൾ 12 വരും, 24, 36, 48, 60. 60 കഴിഞ്ഞാൽ 72. ഓക്കെ. സോ 4 ഇവിടെ 12 into 5, 12 into 6, 12 into 7. സോ 12 into 7 എന്ന് പറയുന്നതാണ് 84. സോ 84. സോ ദ LCM ഓഫ് 12 and 14 is 84. So LCM of 12 and 14 is equal to 84. So common multiples എങ്ങനെയാണ്? കോമൺ മൾട്ടിപ്പിൾസ് ആദ്യം 84 ആയിരിക്കും വരുന്നത്. പിന്നെ 84 into 2 എന്ന് പറഞ്ഞാൽ 168. 84 into 3, 252 എക്സെട്ര. സോ ഇതുപോലെ എല്ലാ നമ്പേഴ്സിനും നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഫോർ ദ സ്കൂൾ ആനിവേഴ്സറി ദ ഗേറ്റ് വേ ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ബ്ലിങ്കിങ് ലൈറ്റ്സ്. സോ കത്തി അണയുന്ന ലൈറ്റ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? സോ ബ്ലിങ്കിങ് ലൈറ്റ്സ് വെച്ച് ഗേറ്റ് വേ, ഈ വരുന്ന എൻട്രൻസ് ഒക്കെ അവർ അലങ്കരിച്ചിട്ടുണ്ട്. സോ ദ ഗേറ്റ് വേ ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ദ ബ്ലിങ്കിങ് ലൈറ്റ്സ്. The green lights glow every 4 seconds. സോ അതിനകത്ത് പല കളേഴ്സ് ഉള്ള ലൈറ്റ്സ് ഉണ്ടെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. സോ ഏതൊക്കെ കളറുണ്ട്? ഒന്ന് ഗ്രീൻ ലൈറ്റ് ഉണ്ട്. സോ ദ ഗ്രീൻ ലൈറ്റ് ഗ്ലോ എവരി 4 സെക്കൻഡ്. എല്ലാ 4 സെക്കൻഡിലും ഗ്രീൻ ലൈറ്റ് കത്തും. അടുത്ത 4 സെക്കൻഡ് ആകുമ്പോൾ കത്തും, അടുത്ത 4 സെക്കൻഡ് ആകുമ്പോൾ കത്തും. സോ എവരി 4 സെക്കൻഡ് ഗ്രീൻ ലൈറ്റ് ഗ്ലോ. ആൻഡ് ബ്ലൂ, സോ ഗ്രീൻ ആയി ബ്ലൂ ലൈറ്റ്സ് ഗ്ലോ എവരി 6 സെക്കൻഡ്. എല്ലാ 6 സെക്കൻഡ് ആകുമ്പോഴേക്കും ബ്ലൂ ലൈറ്റും കത്തും. സോ എവരി 4 സെക്കൻഡ്സ് ഗ്രീൻ ലൈറ്റ് ഗ്ലോ, എവരി 6 സെക്കൻഡ്സ് ബ്ലൂ ലൈറ്റ് ഗ്ലോ. സോ 2 ടൈപ്പ് ലൈറ്റ്സ് ആണുള്ളത്, ഗ്രീനും ബ്ലൂവും. സോ ഗ്രീന് എല്ലാ 4 സെക്കൻഡ്, സോ 4 സെക്കൻഡിൽ ഗ്രീൻ കത്തി, 8ൽ ഗ്രീൻ വീണ്ടും കത്തി,
12-ൽ വീണ്ടും കത്തി, 16-ൽ വീണ്ടും കത്തി, 20 സെക്കൻഡിൽ വീണ്ടും കത്തി. സോ ഇങ്ങനെയാണ് ഗ്രീൻ ലൈറ്റ് കത്തുന്നത്. വാട്ട് അബൌട്ട് ബ്ലൂ ലൈറ്റ്? ബ്ലൂ ലൈറ്റ് എല്ലാ 6 സെക്കൻഡ്സിലുമാണ്. സോ 6 സെക്കൻഡിൽ കത്തി, 12th സെക്കൻഡിൽ കത്തി, 18th സെക്കൻഡിൽ കത്തി, 24th സെക്കൻഡിൽ കത്തി, ഫൈൻ, 13th സെക്കൻഡിൽ കത്തി, എക്സെട്ര. സോ ഗ്രീൻ ലൈറ്റ്, ബ്ലൂ ലൈറ്റ്. They glow together at 8 o'clock. So രണ്ടും they glow together at 8 o'clock. So 8 o'clockലാണ്, അത് മോർണിംഗോ ഈവനിങ്ങോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. സോ 8 മണി സമയത്താണ് രണ്ടുപേരും ഒരുമിച്ച് കത്തിയതായിട്ട് നമുക്കറിയാം. സോ ഗ്രീനും ബ്ലൂവും 8 മണിയായപ്പം കത്തിയിട്ടുണ്ട്. അറ്റ് വാട്ട് ടൈം ഡു ദേ ഗ്ലോ ടുഗദർ നെക്സ്റ്റ്? സോ എത്ര മണിയാകുമ്പോഴായിരിക്കും ഇവർ വീണ്ടും ഇതുപോലെ ഒരേപോലെ കത്തുന്നത്? ഗ്രീൻ്റെ കാര്യം നമുക്കറിയാം, എല്ലാ 4 സെക്കൻഡിൽ മാത്രമേ അവ കത്തൂ. ബ്ലൂ ആണെങ്കിലോ എവരി 6 സെക്കൻഡ്സിൽ ഇറ്റ് ഗ്ലോ. ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ദ LCM ഓഫ് 4 and 6 ആണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഗ്രീൻ ലൈറ്റ് എടുത്താൽ 4th സെക്കൻഡിൽ കത്തി, 8th സെക്കൻഡിൽ കത്തി, 12th സെക്കൻഡിൽ കത്തി, ഫൈൻ. സോ 12th സെക്കൻഡിൽ ഗ്രീൻ കത്തി. ബ്ലൂ 6th സെക്കൻഡിൽ കത്തി, 12th സെക്കൻഡിൽ കത്തി, സോ 12th സെക്കൻഡിൽ കത്തി. സോ 12th സെക്കൻഡ് ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എല്ലാ 12th സെക്കൻഡ് ആകുമ്പോഴും ഗ്രീനും ബ്ലൂവും ഒരുമിച്ചാണ് കത്തുന്നത്. അടുത്തത് 24th. സോ 24th ആകുമ്പോഴും ഗ്രീനും ബ്ലൂവും ഒരുമിച്ചാണ് കത്തുന്നത്. സോ 12th സെക്കൻഡ് ആകുമ്പം ഗ്രീനും ബ്ലൂവും കത്തും, 24th ആകുമ്പം കത്തും, 36th ആകുമ്പം കത്തും, 48th ആകുമ്പം കത്തും, എക്സെട്ര എക്സെട്ര. ഇവിടെ ക്വസ്റ്റ്യൻ 8 മണിക്ക് അവർ ഒരുമിച്ച് കത്തി എങ്കിൽ ഏത് സമയത്താണ് അവർ അടുത്തതായിട്ട് ഒരുമിച്ച് കത്താൻ പോകുന്നത്? അത് 8 മണി കഴിഞ്ഞിട്ട് 12 സെക്കൻഡാണ്. സോ 12 സെക്കൻഡ് ആഫ്റ്റർ 8 o'clock ദേ ഗ്ലോ ടുഗദർ. സോ ഒരുമിച്ച് അവർ കത്തും 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ് ആകും. മനസ്സിലായോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും കത്തത്തില്ല. ഒന്നും കൂടെ ശ്രദ്ധിച്ചൊന്ന് കേട്ട് നോക്കുക, ബേസിക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. LCM ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. മീനു, ആശ ആർ പ്ലേയിങ് ഓൺ എ ടൈൽഡ് ഫ്ലോർ. സോ ടൈൽ ഇട്ടിരിക്കുന്ന ഫ്ലോറിൽ കിടന്ന് കളിക്കുകയാണ് മീനു ആശയും കൂടെ. ഫ്രം ഓൺ എൻഡ് മീനു പുട്ട് എ ബട്ടൺ ഓൺ എവരി സെക്കൻഡ് ടൈൽ. സോ എല്ലാ സെക്കൻഡ് ടൈലിലും ഒരു ബട്ടൺ വെച്ചു മീനു. ആശയോ? ആശ പുട്ട് എ റിങ്. പുള്ളിക്കാരി ഒരു റിങ് എടുത്തുകൊണ്ട് വന്ന് ഓൺ എവരി തേർഡ് ടൈൽ. സോ മീനു പുട്ട് എ ബട്ടൺ ഓൺ എവരി സെക്കൻഡ് ടൈൽ. ആശ പുട്ട് എ റിങ് ഓൺ എവരി തേർഡ് ടൈൽ. സോ വിച്ച് ഈസ് ദ ഫസ്റ്റ് ടൈൽ വിത്ത് ബോത്ത് ബട്ടൺ ആൻഡ് റിങ്? ബട്ടണും റിങ്ങും ഉള്ള ആദ്യത്തെ ടൈൽ ഏതാണെന്നാണ് ചോദ്യം. സോ മീനുവിൻ്റെ കാര്യം നമുക്കറിയാം. സോ മീനു പുട്ട് ബട്ടൺ in following tiles. സോ ഈ താഴെ പറയുന്ന ടൈൽസിലാണ് മീനു ബട്ടൺ വെക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? എവരി സെക്കൻഡ് ടൈൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 2nd, 4th, 6th, 8th, 10th, etc. Asha put a ring on every third tile. So you can write Asha put a ring in the following tiles. ഏതൊക്കെ ടൈലിലാണ് വെച്ചിരിക്കുന്നത്? 3rd, 6th, 9th, 12th, etc. ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഏത് ടൈലിലാണ് ബട്ടണും റിങ്ങും? ഫസ്റ്റ് ടൈൽ വിത്ത് ബോത്ത് ബട്ടൺ ആൻഡ് റിങ്. സോ യു ക്യാൻ റൈറ്റ് the first tile with both button and ring is ഏതാണ്? ഇത് നോക്കിയാൽ മതി. 2 ഉണ്ടോ അവിടെ? ഇല്ല. 4 ഉണ്ടോ അവിടെ? ഇല്ല. 6 ഉണ്ടോ അവിടെ? ഉണ്ട്. സോ 6th ടൈലിലായിരിക്കും ബട്ടണും റിങ്ങും ഉള്ളത്. എഴുതാം 6th. വാട്ട് അബൌട്ട് ദ അതർ ടൈൽസ് വിത്ത് ബോത്ത്? സോ 6th ടൈലിൽ ബട്ടൺ കാണുമോ നമുക്കറിയാം.
മറ്റ് ഏതൊക്കെ ടൈൽസ് ആയിരിക്കും ഈ ബട്ടണും റിങ്ങും ഉള്ളത്? 6th കാണും, 12th കാണും, 18th കാണും, 24th കാണും, എക്സെട്ര. ശരിയല്ലേ? കാര്യം എന്തുവാ? ഇവിടെ LCM എന്ന് പറയുന്നത് 6ഉം കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾസുമാണ്, എക്സെട്ര. മനസ്സിലായോ? മീനു 2, 4, 6, 8, 10 എന്ന് പറയുന്ന ടൈലുകളിൽ ബട്ടൺ വെക്കും. ആശ 3, 6, 9, 12 എന്നുള്ള ടൈലുകളിൽ റിങ് വെക്കും. സോ രണ്ടുപേരും ഏത് ടൈലിലാണ് വെക്കുന്നത്? ആദ്യത്തെ ടൈൽ ഏതാണെന്നാണ് ചോദ്യം. 6th ടൈലിൽ രണ്ടുപേരും, അതായത് ഒരാൾ ബട്ടണും വെക്കും, ഒരാൾ റിങ്ങും വെക്കും. 6th മൾട്ടിപ്പിൾസിൽ ഇവർ രണ്ടും ഒരുപോലെ വരും ആ ടൈലുകളിൽ. അതാണ് ചോദ്യം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മനസ്സിലായി കാണുമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിരും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റീവൈൻഡ് ചെയ്ത് ഈ കേട്ടതെല്ലാം ഒന്നും കൂടെ കേട്ട് നോക്കുക. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. അഞ്ജു ഈസ് മേക്കിംഗ് 2 സ്റ്റാക്സ്. സ്റ്റാക്ക് എന്ന് വെച്ചാൽ അടുക്ക്, തട്ടെന്നാണെന്ന് അർത്ഥം. അത് നമ്മൾ അലമാരയിൽ അടുക്കി വെക്കില്ലേ, ബുക്സ് ഒക്കെ അടുക്കി വെക്കില്ലേ, നമ്മൾ അതിനെ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അഞ്ജു ഈസ് മേക്കിംഗ് 2 സ്റ്റാക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു സ്റ്റാക്ക് ഇവിടെ, ഒരു സ്റ്റാക്ക് ഇവിടെ. 1 വിത്ത് ക്യൂബ്സ് ഓഫ് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ. സോ ഒരെണ്ണം എന്ന് പറയുന്നത് ക്യൂബ് ഓഫ് സൈഡ്സ് 2 സെൻറ്റിമീറ്റർ. ക്യൂബിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ക്യൂബിൻ്റെ എല്ലാ സൈഡും ഒരേ മെഷർമെൻ്റ് ആയിരിക്കും. സോ ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത്. സോ 4 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എല്ലാം 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ക്യൂബിൻ്റെ. സോ 1 ക്യൂബ് ഈസ് വിത്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ദ അതർ വിത്ത് ക്യൂബ് ഓഫ് സൈഡ് 9 സെൻറ്റിമീറ്റർ. സോ വേറൊരു ക്യൂബും കൂടെ ഉണ്ട്, ആ ക്യൂബിൻ്റെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ അടുത്ത്. ഓക്കെ, ടു മേക്ക് ദ ഹൈറ്റ്സ് ഓഫ് ദ സ്റ്റാക്സ് ഈക്വൽ, വാട്ട് ഷുഡ് ബി ദ ലീസ്റ്റ് പോസിബിൾ ഹൈറ്റ് ഓഫ് ഈച്ച്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുവാ? അഞ്ജു 2 തട്ടുകൾ ഉണ്ടാക്കുകയാണ്, 2 സ്റ്റാക്സ്. സോ ഫസ്റ്റ് സ്റ്റാക്കിൽ 4 സെൻറ്റിമീറ്റർ ഉള്ള ക്യൂബ്സും സെക്കൻഡ് സ്റ്റാക്കിൽ 9 സെൻറ്റിമീറ്റർ ഉള്ള ക്യൂബ്സുമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ടു മേക്ക് ദ ഹൈറ്റ്സ് ഓഫ് ദ സ്റ്റാക്സ് ഈക്വൽ, ഹൈറ്റ് ഈക്വൽ ആകാൻ വേണ്ടി വാട്ട് ഷുഡ് ബി ദ ലീസ്റ്റ് പോസിബിൾ ഹൈറ്റ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും ലീസ്റ്റ് പോസിബിൾ ഹൈറ്റ് എന്തായിരിക്കും? നമുക്കറിയാം ക്യൂബിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. സോ 4 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റും 4 സെൻറ്റിമീറ്റർ ആണ്. സോ ക്യൂബ് 1 4 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. സോ യു ക്യാൻ റൈറ്റ് ഹൈറ്റ് ഓഫ് ക്യൂബ് 1 ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഹൈറ്റ് ഓഫ് ക്യൂബ് 2 ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. ഞാൻ ഈ പറയുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. കാര്യം മാത്സ് എന്ന് പറയുന്നത് നമ്പർ മാത്രമല്ല, നമ്പറിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മീനിങ് ഫുൾ സെൻറ്റൻസസും വേണം. എനിക്കൊക്കെ 100 കിട്ടിയിട്ടുണ്ടായിരുന്നു 10th. സോ മാത്സിനൊക്കെ ആ രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മാത്സൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ ദ ഹൈറ്റ് ഓഫ് ദ ക്യൂബ് 1 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ക്യൂബ് 2 എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻ. സോ അത് രണ്ടും മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി ചോദ്യം, സ്റ്റാക്ക് 1ൽ ക്യൂബ് 1 മാത്രമേ കാണൂ, സ്റ്റാക്ക് 2ൽ ക്യൂബ് 2 മാത്രമേ കാണൂ. 2 സ്റ്റാക്സ്, 1 വിത്ത് ദ ക്യൂബ് ഓഫ് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ ആൻഡ് അതർ വിത്ത് 9 സെൻറ്റിമീറ്റർ. അതായത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യില്ല. ഒരു തട്ടിൽ, അതായത് ഒരു സ്റ്റാക്ക് എടുത്താൽ അതിൽ ഒരേ മെഷർമെൻ്റ് ഉള്ള ക്യൂബുകൾ മാത്രമേ കാണൂ. സോ സ്റ്റാക്ക് 1 കണ്ടെയ്ൻസ് ഓൺലി ക്യൂബ് 1, സ്റ്റാക്ക് 2 കണ്ടെയ്ൻസ് ഓൺലി ക്യൂബ് 2. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി വാട്ട് ഷുഡ് ബി ദ ലീസ്റ്റ് പോസിബിൾ ദ ഹൈറ്റ് ഓഫ് ഈച്ച്? ഒരേ ഹൈറ്റ് വരണമെങ്കിൽ അതെന്ത് ചോദ്യം എന്ന് പറയുന്നത്? ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് LCM. സോ യു ഹാവ് ടു റൈറ്റ് ദി ഹൈറ്റ് possibilities of stack 1. So stack 1ൻ്റെ ഹൈറ്റ് പോസിബിലിറ്റീസ് ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും 4. അതായത് ഞാൻ ഒരു ക്യൂബ് എടുത്ത് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ്. ഞാൻ 2 ക്യൂബ് എടുത്ത് വെച്ചാലോ 4 + 4. 3 ക്യൂബ് എടുത്ത് വെച്ചാലോ 4 + 4 + 4. 4 ക്യൂബ് എടുത്ത് വെച്ചാലോ 4 + 4 + 4 + 4. So 4, 8, 12,
16, 20, 24 etc. ഇതാണ് ഹൈറ്റ് പോസിബിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ഇനി വാട്ട് അബൌട്ട് സ്റ്റാക്ക് 2? സ്റ്റാക്ക് 2ൻ്റെ നിങ്ങൾക്ക് ഇതേ സെൻറ്റൻസ് എഴുതാം. ദ ഹൈറ്റ് പോസിബിൾ ഓഫ് സ്റ്റാക്ക് 2. സ്റ്റാക്ക് 2ന് 9 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം 4ന് പകരം 9 വരും. സോ 9ൻ്റെ മൾട്ടിപ്പിൾസ് 18, 27, 36, 45. Are you getting it? Etc. Okay? So ഇതാണ് അത്. ഇനി ചോദ്യം, ടു മേക്ക് ദ ഹൈറ്റ്സ് ഓഫ് ദ സ്റ്റാക്സ് ഈക്വൽ ഹൈറ്റ്സ് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കാം. സോ ഇതിനകത്തെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റാക്ക് 1ൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഹൈറ്റ്സ്, ഇത് സ്റ്റാക്ക് 2ൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഹൈറ്റ്സ്. അതിനകത്ത് ഈക്വൽ ഹൈറ്റ്സ് വരുന്ന ഇവിടെ 4 ഇതിനകത്തുണ്ടോ? ഇല്ല. 8 ഇതിനകത്തുണ്ടോ? ഇല്ല. 12 ഉണ്ടോ? ഇല്ല. 16 ഉണ്ടോ? ഇല്ല. 20 ഉണ്ടോ? ഇല്ല. 24 ഉണ്ടോ? ഇല്ല. സോ നമ്മൾ ഇതിനകത്ത് ബാക്കി നമ്പേഴ്സും കൂടെ എഴുതണം, എന്നാലേ നമുക്ക് ഏത് വരുമെന്ന് അറിയാൻ പറ്റും. സോ യു ക്യാൻ റൈറ്റ് 4, 8, 12, 16, 20, 24, 28, 32, 36, 40. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയിട്ട് എഴുതാം. സോ 28, 32, 36, 40. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതിനകത്ത് 36 കോമൺ ആണ്. 27 അവിടെ ഇല്ല, 18 അവിടെ ഇല്ല, 9 അവിടെ ഇല്ല. സോ 36 കോമൺ ഫോർ ബോത്ത്. സോ അവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഹൈറ്റ്, സോ ദ കോമൺ ഹൈറ്റ് പോസിബിൾ ഓഫ് സ്റ്റാക്ക് 1 ആൻഡ് സ്റ്റാക്ക് 2 ഈസ് 36 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അതായത് ക്യൂബ് 1 നിങ്ങൾ എടുത്തു വച്ചിട്ട് അതിനകത്ത് 9 ക്യൂബ്സ് നിങ്ങൾ അടുക്കി വെച്ചാൽ 9 × 4 9 4 36, 9 × 4 36 ആണ്. സോ 9 × 4 36 ആണ്. 9 ക്യൂബ് അടുക്കി വെച്ചാൽ സ്റ്റാക്ക് 1ൽ 36 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായോ? അതായത് 4 4 4 4 ഇങ്ങനെ 9 ക്യൂബ് അടുക്കി വെക്കണം. അപ്പോൾ 9 × 4 36 കിട്ടും. ഇവിടെ സ്റ്റാക്ക് 2ൻ്റെ കാര്യത്തിലോ വെറും 4 ക്യൂബ് അടുക്കി വെച്ചാൽ മതി. സ്റ്റാക്ക് 2 കാര്യം 9 + 9 18, 27, 36. സോ ഇവിടെ 4 ക്യൂബ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 36 കിട്ടും. ഇവിടെ 9 ക്യൂബ് നിങ്ങൾക്ക് അടുക്കി വെച്ചാൽ 36 കിട്ടും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു മേക്ക് ദ ഹൈറ്റ്സ് ഓഫ് ദ സ്റ്റാക്സ് ഈക്വൽ, വാട്ട് ഷുഡ് ബി ദ ലീസ്റ്റ് പോസിബിൾ ഹൈറ്റ് ഓഫ് ഈച്ച്? ഇറ്റ് ഈസ് 36 സെൻറ്റിമീറ്റർ. ലീസ്റ്റ് പോസിബിൾ ഹൈറ്റ് ഈസ് 36. LCM ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സോ ഇതോടുകൂടി ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് കേട്ട് നോക്കുക, മനസ്സിലാവുന്നതിൽ ഒന്നും കൂടെ കേട്ട് നോക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. താങ്ക് യു.